പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടേബിൾ ഓഫ് കണ്ടൻസ് എങ്ങനെയാണ് ഒരു ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ചോദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നു ആർട്ടിക്കിൾസ് ഓൺ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആർ ഗിവൺ ഇൻ എക്സാം ഡോക്യുമെൻറ്റ്സ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിൾ എക്സാം ഡോക്യുമെൻറ്റ്സിലുണ്ട്. പേര് ശ്രദ്ധിക്കേണ്ടത് open_source OTT. ഇത് തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തുറക്കാം. അപ്പം പ്ലേസസിൽ ഹോം എടുത്തിട്ട് എക്സാം ഡോക്യുമെൻറ്റ്സ് എടുത്ത് നമ്മുടെ ആ ഫയലിൻ്റെ പേര് ഓർമ്മയില്ലേ? ഒന്നും കൂടി ചോദ്യം നോക്കുക. ഓപ്പൺ സോഴ്സ് ഒ ടി ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ സോഴ്സ് തുറന്നു വന്നിട്ടുണ്ട്. അങ്ങനെ തുറന്നു വന്നതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. ഇനി എന്താണ്? ഓപ്പൺ ദിസ് ഫയൽ, അത് ചെയ്ത് കഴിഞ്ഞു. ക്രിയേറ്റ് എ ടേബിൾ ഓഫ് കണ്ടൻസ് ഫോർ ദ ആർട്ടിക്കിൾ യൂസിങ് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ടെക്നിക്. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്ന ഒരു ഇത് ചേർക്കണം നമ്മൾ. അതിന് നമ്മൾ ഹിൻഡ് അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് 1 ഫോർ ദ മെയിൻ ഹെഡിങ് ഓപ്പൺ സോഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പൺ സോഴ്സ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിനിടയിൽ നിന്നാൽ മതി. ചെറിയ സ്റ്റൈൽ ബോക്സ് പോയിട്ട് ഹെഡിങ് 1 കൊടുക്കുന്നു. ബാക്കി റെഡ് കളറിലുള്ളതിനൊക്കെ ഹെഡിങ് 2 ആണ് കൊടുക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ റെഡ് കളറിലുള്ളതിനൊക്കെ നമ്മൾ ചെറിയ സ്റ്റൈൽ ബോക്സ് ഒന്ന് ഹെഡിങ് 2 കൊടുത്താൽ മതി. ഹെഡിങ് 2 കൊടുക്കുക. ഇനി അതല്ല, പരിചയമുള്ള കുട്ടികളാണെങ്കിൽ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 2 കൊടുക്കാം. അല്ലാത്ത കുട്ടികൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. വളരെ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ ഇൻഡെക്സ് ആൻഡ് ടേബിൾസിൽ നമ്മൾ വിചാരിക്കാത്ത ഹെഡിങ്ങുകളൊക്കെ കടന്നു വരും. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുക, സൂക്ഷ്മതയോടെ ചെയ്യുക. റെഡ് കളറിലുള്ള സബ് ഹെഡിങ്സിൻ്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഇടയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് 2 ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാമായി. അപ്പോൾ റെഡ് കളർ ബാക്കിയില്ല. ഓക്കെ, അപ്പോൾ ആ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ ഹിൻഡിലെ മൂന്നാമത്തെ കാര്യമാണ് ക്രിയേറ്റ് ടേബിൾ ഓഫ് കണ്ടൻസ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ആർട്ടിക്കിൾ. അപ്പോൾ ആദ്യത്തെ പേജ്, ദിസ് ഈസ് ദ ഫസ്റ്റ് പേജ്, ഇത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പേജ്. ഇതിൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു പേജ് കിട്ടാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു. ഈ പേജിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ഫസ്റ്റ് ലെറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. കർസർ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് പോയിട്ട് പേജ് ബ്രേക്ക് എന്ന് പറയുക. അപ്പോൾ പേജ് ബ്രേക്ക് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു പേജ് കിട്ടി. ആ പേജിൽ ക്ലിക്ക് ചെയ്യണം, ഓർമ്മ ഉണ്ടാവണം. ക്ലിക്ക് ചെയ്ത് കർസർ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻസേർട്ട് പോയിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ്, ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സിൽ വീണ്ടും ടേബിൾ ഓഫ് കണ്ടൻസ്, 2 ടേബിൾ ഓഫ് കണ്ടൻസ് തന്നെയാണ് എടുക്കുക. ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതായ കാര്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ക്ലിക്ക്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ടേബിൾ ഓഫ് കണ്ടൻസ് നമ്മുടെ ഫസ്റ്റ് പേജിൽ വന്നിട്ടുണ്ടാവും. ഇത് സെക്കൻഡ് പേജിലായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സിലും ചെയ്യുന്ന മൂന്നാമത്തെ അവസാനത്തെ ആക്ടിവിറ്റി സേവ് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് സേവ് ചെയ്യുക. അത് നമ്മൾ സേവ് ചെയ്യേണ്ടത് എക്സാം 10-ലാണ്, മറന്നു പോകരുത്. എക്സാം 10, കാരണം എക്സാം 10 ആയിരിക്കും ഇൻവിജിലേറ്റേഴ്സ് നോക്കുക. അവിടെ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവണം. ഓക്കെ, സേവ് ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ടേബിൾ ഓഫ് ഇൻഡെക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അവർ പറഞ്ഞ അതിനെല്ലാം നമ്മൾ ആ സ്റ്റൈല് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഹെഡിങ് 1ഉം ഹെഡിങ് 2ഉം സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് മാറിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കൃത്യമായിട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ടേബിൾ ഓഫ് കണ്ടൻസ് ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളതും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.